സമയം രാത്രി 2 മണിയായി കേട്ടോ. നല്ല വിശപ്പിൻ്റെ ഉൾവിളി എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ, വയറ് ഫുള്ളായിപ്പോയി. വെള്ളം കുടിച്ച് അപ്പം വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. നമ്മളൊരു തക്കാളി എടുത്ത് ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. നോക്കാം, ഒന്ന് ട്രൈ നോക്കാം. വെറുതെ വിശന്നിട്ട് വയ്യ, അതും ഒരു മെയിൻ കാര്യമാണ്. നമുക്കറിയാവുന്ന രീതിക്ക് ഉണ്ടാക്കാം. വെള്ളം ചൂടാവുന്നവരെ കാത്തിരിക്കണം. നമ്മൾ നൂഡിൽസ് ഇടാൻ ഇപ്പി മസാല വെള്ളം ചൂടാവാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ഇടാൻ നോക്കാം, വേവും. ഇനി വേണം ഈ പാൻ ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ. അതിൽ മസാല ചേർക്കണം. ഈ സ്റ്റീല് ഈ പാനിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പാനിൻ്റെ കോട്ടിങ്ങളായിപ്പോൾ കുറേ നേരമായിട്ട് തടിയുടെ ഇത് നോക്കുന്നു, കാണുന്നില്ല. ഇല്ല, പാനിൻ്റെ കോട്ടിങ്ങളായിപ്പോൾ മസ്റ്റാണ് മറ്റേ തടിയുടെ. ചട്ടി ചൂടായെന്ന് തോന്നുന്നു. ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുക. സെറ്റ്. ഇനി നല്ല രീതിക്കൊന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മസാല ചേർത്ത് കൊടുക്കണം. മസാല അല്ല, 2 മസാല പീസുണ്ട്. ഈ മസാല പൊട്ടിച്ചാൽ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു മസാല കട്ട് ചെയ്ത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് ഇനി അടുത്തത് കട്ട് ചെയ്യണം. നെക്സ്റ്റ് 2 എണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഫൈനലി നമ്മൾ വിചാരിച്ചാണ് നമ്മൾ ഇപ്പി മസാല റെഡിയായി, അല്ലേ, സെറ്റായി. ഇത്രയും സിമ്പിളാണെന്ന് പ്രതീക്ഷിച്ചില്ല കേട്ടോ. വളരെ സിമ്പിള്. എന്നതല്ല, ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് പറയാം എന്താണ്. ഫൈനലി കഴിക്കാൻ വേണ്ടി എല്ലാം പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടല്ലേ. ചൂടാവി പറക്കുന്നു. സെറ്റാക്കി വെച്ചിട്ടുണ്ട്.